നമുക്ക് വീടൊക്കെ പെയിൻറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ടൂളുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇതാണ് ആ സാധനം, പെയിൻറ്റ് സ്പ്രേയർ. നമുക്ക് ഇത് ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്ന സാധനമാണ്. ഇത് ഡയറക്റ്റ് നമ്മൾ ഇലക്ട്രിക് സപ്ലൈയുമായിട്ട് കണക്ട് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ കോഡ്ലെസ് വെർഷനും അവൈലബിൾ ആണ്. നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ സ്പ്രേ ഗൺ. നമുക്കിത് പവർ സപ്ലൈയിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റ് ഇതിനകത്ത് ഒഴിക്കുക, ട്രിഗർ വലിച്ചാൽ സ്പ്രേ ചെയ്യും. നമുക്കിതിന് വെർട്ടിക്കലായിട്ട് സ്പ്രേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഹോറിസോണ്ടലായിട്ട് സ്പ്രേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ സർക്കുലർ ഷേപ്പിൽ സ്പ്രേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമുക്ക് പെയിൻറ്റ് സ്ട്രെയിൻ ചെയ്യാനുള്ള ഒരു സ്ട്രെയിനറുണ്ട്, അതുപോലെ തന്നെ അവരുടെ ഒരു ലീഫ്ലെറ്റ്, ഇത് യൂസർ ഗൈഡ്, അതുപോലെ നോസിൽ ക്ലീൻ ചെയ്യാനുള്ളൊരു ടൂള്. പിന്നെ നമുക്ക് സ്പെയർ 2 നോസിലുണ്ട്. ഇത് സ്പെയർ അല്ല, നമുക്ക് ഇതിൻ്റെ നോസിലിൻ്റെ വലിപ്പം ഡിഫറൻ്റ് ആണ്. നമുക്ക് എത്രത്തോളം ഫ്ലോ വേണമെന്നുള്ളതനുസരിച്ചിട്ട് നമുക്ക് ഈ നോസിൽ ചേഞ്ച് ചെയ്യാം. ഒരെണ്ണം ഓൾറെഡി ഇതിനകത്ത് ഉണ്ട്, 2 എണ്ണം വേറെ ഉണ്ട്. പിന്നെ അത് ചേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു റെഞ്ചും ഉണ്ട്. ഇത്രയാണ് നമുക്ക് സാധനങ്ങളുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു വിസ്കോസിറ്റി കപ്പ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പെയിൻറ്റ് വാട്ടർ ബേസ്ഡ് ആണെങ്കിലും എന്തെങ്കിലും തിന്നർ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്ന പെയിൻ്റ് ആണെങ്കിലും നമ്മൾ ഈ ഒരു വിസ്കോസിറ്റി കപ്പിനകത്ത് ഫുള്ളായിട്ട് പെയിൻറ്റ് എടുത്താൽ ഇതുവഴി ഡ്രെയിൻ ചെയ്യുന്ന ടൈമിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആ പെയിൻറ്റ് എങ്ങനെയാണ് എത്രത്തോളം ഈവൻലി അത് സ്പ്രെഡ് ആവും എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പം ഓരോ ടൈപ്പ് പെയിൻറ്റിന് നമ്മളിത് ഫില്ല് ചെയ്താൽ ഇത് ഡ്രെയിൻ ചെയ്യുന്ന ടൈം നോക്കിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഒഴിക്കേണ്ടത്. ഇത് നമുക്ക് ഇൻഡോറും യൂസ് ചെയ്യാം, ഔട്ട്ഡോറും യൂസ് ചെയ്യാം. നമുക്ക് ഔട്ട്ഡോറിൽ ഫെൻസ്, അതേപോലെ തന്നെ നമ്മൾ ഡെക്കിങ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് പെയിൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ വീടിനകത്തുള്ള ഇൻഡോർ ആയിട്ടുള്ള വാൾസ് പെയിൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈവൻ സർഫസിനും അൺഈവൻ സർഫസിനും ഇത് യൂസ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഫെൻസിങ്ങിനൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോൾ അൺഈവൻ സർഫസ് ആയതുകൊണ്ട് നമുക്ക് പെയിൻറ്റിങ്ങിന് ടൈം ഒത്തിരി എടുക്കും. പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി നമുക്കത് ചെയ്യാൻ പറ്റും. കാരണം ഇതിന് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഒക്കെ ഇതിന് നോസിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുമ്പം പുറത്ത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിൻഡുള്ള സമയത്ത് നമ്മളിത് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ തന്നെ പുറത്തെ ഔട്ടർ വാളിലും അതേപോലെ തന്നെ വിൻഡോസിലും ഒക്കെ പെയിൻറ്റ് സ്പ്രെഡ് ആവാനും അതേപോലെ തന്നെ നെയ്ബേഴ്സിൻ്റെ ഓരോ കാര്യങ്ങളിലേക്ക് പെയിൻറ്റ് സ്പ്രെഡ് ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വിൻഡി കണ്ടീഷനിൽ ഇത് നമ്മൾ ഔട്ട്ഡോർ യൂസ് ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ഒഴിച്ചിട്ട് നമ്മളിത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ പെയിൻറ്റ് ഇതിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പോകും. നമുക്കിത് ആദ്യം നല്ലോണമായിട്ട് മിക്സ് ചെയ്യണം, എല്ലായിടത്തും ഈക്വലായിട്ട് എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒന്ന് വിസ്കോസിറ്റി നോക്കാം. ഇത് 20 തൊട്ട് 40 സെക്കൻഡ്സിനുള്ളിൽ ഇത് ഡ്രെയിൻ ആവുകയാണെന്നുണ്ടെങ്കിൽ ഫെൻസിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു വിസ്കോസിറ്റി ആണെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം 20 സെക്കൻഡ്സിന് മേളിലായി. ഓൾമോസ്റ്റ് ഡ്രെയിൻ ആയിട്ടായി കഴിഞ്ഞു, തീരാറായി. അപ്പോൾ അങ്ങനെ നമ്മൾ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അടിച്ച് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രൈ ചെയ്ത സ്ഥലം ഇതാണ്. നല്ല ഈസി ആയിട്ട് നമുക്ക് ഇത്രയും ഫാസ്റ്റിൽ അടിച്ച് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മെയിൻലി ഈ ഒരു പ്ലാന്റിങ് ഡക്കിംഗ് ബോർഡിൽ അടിക്കാനാണ് വാങ്ങിച്ചത്. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് ഫെൻസും കൂടെ ഫിനിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് പിന്നെ കാണാം.
അവസാനം ഡെക്കിംഗ് ബോർഡിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ നമ്മൾ റോളർ യൂസ് ചെയ്തിട്ടാണ് പെയിൻറ് ചെയ്തത്. കാരണം സ്പ്രേ പെയിൻറ് വെച്ച് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മളത്ര എക്സ്പീരിയൻസ്ഡ് അല്ലാത്തതുകൊണ്ട് പെയിൻറ് കുറേ അധികം വേസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ റോളർ വെച്ചിട്ടാണ് പെയിൻറ് ചെയ്തത്. സ്പ്രേ ഗണ്ണൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്തവർക്ക് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഉപയോഗിച്ചിട്ടില്ലാത്തവർ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ സീ യു വിത്ത് അനദർ വീഡിയോ.